ഇസ്രയേലിന്റെ ലെബനോൺ ആക്രമണം കണ്ട് ചൊടിച്ച് ഇറാൻ വീണ്ടും ഹോർമൂസ് കടലെടുക്ക് വീണ്ടും അടച്ചു. എന്താ കാര്യം? ലെബനോണിലെ ഔദ്യോഗിക സർക്കാരിന് ഇസ്രായേൽ ലെബനോണിനെ ആക്രമിക്കുന്നു എന്ന് പരാതിയുണ്ടോ? ഇല്ല. ഇവിടെ ഇസ്രായേലിന്റെ ലക്ഷ്യം ലെബനോണിലെ സായുധ സേനയല്ല, മറിച്ച് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയാണ്. UN ആർട്ടിക്കിൾ 51A പ്രകാരം സ്വന്തം നിലനിൽപ്പിന് ഭീഷണിയായവ ഒഴിവാക്കാൻ അതിർത്തി കടന്നും സൈനിക നടപടികൾ എടുക്കാം. അതനുസരിച്ച് ഇസ്രായേൽ നടപടി സ്വീകരിക്കുന്നു എന്ന് മാത്രം. ഇതിൽ 12,000 കിലോമീറ്റർ ദൂരെ, അതായത് അകലെ കിടക്കുന്ന ഇറാൻ എന്താണ് ലെബനോണിലെ ഔദ്യോഗിക സർക്കാരിനില്ലാത്ത വേദന എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് ഒരേ ഒരു കാര്യം, ഹിസ്ബുള്ള എന്നത് ഇറാന്റെ ഷിയ പ്രോക്സിയാണ്. IRGCയെ പോലെ ഇസ്രായേലിന്റെ മൂക്കിന് താഴെ ഇറാൻ പാലൂട്ടി വളർത്തുന്ന ജൂതന്റെ ഉന്മൂലന പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ഉണ്ടാക്കിയ സംഘടന. ഹിസ്ബുള്ളയെ കൂടെ തീർക്കാതെ ഇസ്രായേൽ അടങ്ങിയിരിക്കത്തില്ല. വൈറ്റ് ഹൗസ് അല്ല ഇനി ആരൊക്കെ വന്ന് പറഞ്ഞാലും. ലെബനോണിന്റെ ക്യാൻസറാണ് ഹിസ്ബുള്ള. അത് ഇല്ലാതാക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ലെബനോൺ സർക്കാർ തന്നെയാണ്. ഇതുകൂടി കണ്ടേച്ചു. ലെബനോണിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോസഫ് ഓനാണിത്. ഇറാനോട് ലെബനൻ പ്രസിഡന്റ് പറയുന്നത്, ഇത് നിങ്ങളുടെ രാജ്യമല്ല, ഹിസ്ബുള്ള ലെബനനെ പ്രതിനിധീകരിക്കുന്നുമില്ല. ലെബനൻ ജനതയെ ബന്ദികളാക്കുന്ന ഇറാനിയൻ പ്രതിനിധിയാണത്. ഇറാന്റെ പിടിയിൽ നിന്ന് ലെബനനെ മോചിപ്പിക്കാനുള്ള സമയമാണിത്. എങ്ങനെയുണ്ട്?